ഗുഡ് മോർണിംഗ്, നമസ്കാരം. മറ്റൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 2 വ്യാഴം, മീനം 19 വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ പെസഹ വ്യാഴമാണ്. അപ്പോൾ വിശുദ്ധ വാരത്തിന്റെ അവസാനങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ പ്രാർത്ഥനകളും ചടങ്ങുകളും ഇന്ന് വൈകുന്നേരം കാലുകളിൽ ശുശ്രൂഷയും ഒക്കെ പള്ളികളിൽ നടക്കാനുണ്ട്. പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും, പെസഹ അപ്പം ഉണ്ടാക്കും വീടുകളിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ചടങ്ങുകളിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF-ന്റെയും UDF-ന്റെയും പ്രകടനപത്രിക. അപ്പോൾ NDA-യുടെ പ്രകടനപത്രിക നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ LDF-ഉം UDF-ഉം പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഈ പ്രകടനപത്രികയിൽ എത്ര പൂർത്തിയാക്കി, എത്ര വാഗ്ദാനങ്ങൾ നിറവേറ്റിയെന്നത് ഒരു സ്കോർ ഷീറ്റ്, പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും ഇറക്കി മുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയായിരിക്കും ഉറപ്പായും UDF-ന്റെ പ്രോഗ്രസ് കാർഡിലെ പ്രധാനപ്പെട്ടത്. അതിനെയൊക്കെ NDA-ക്കും UDF-ന്റെയും വാഗ്ദാനങ്ങളെ മറികടക്കുന്ന തരത്തിൽ എന്തെങ്കിലും LDF-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടോ എന്നതൊക്കെ ആകാംക്ഷയാണ്. ഒപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ട്രംപ് ഇന്നലെ മുതൽ പറയുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ആരോടും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നിർണായക ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായി ആർടെമിസ് 2 വിജയകരമായി വിക്ഷേപിച്ച് നാസ. ഇന്ത്യൻ സമയം പുലർച്ചെ 4:05 വിക്ഷേപണം. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് ചന്ദ്രനെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര അരനൂറ്റാണ്ടിന് ശേഷം പുനരാരംഭിച്ചത്. 3, 2, 1 booster ignition and liftoff of Artemis 2, now bound for the moon. Humanity's next great. Good roll pitch. Roger, roll pitch. Houston now controlling the flight of Integrity on the Artemis 2 mission around the moon. Integrity, AMT high. AMT high. On time, passing 30 seconds into the flights. Integrity passes the ultimate MECO. Target milestone. Mission Control Houston seeing good performance on the 4 main engines. Space Launch System core stage. വിനയ് ഉണ്ണിയുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. വിനയ്, വലിയ ലക്ഷ്യങ്ങളുമായി അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് അടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെ കാലുകുത്തുന്നതിന്റെ ഒരു മുന്നോടിയായുള്ള ദൗത്യമാണിത്. ആർടെമിസ് 4-ലായിരിക്കും ചന്ദ്രനിലേക്ക് മനുഷ്യനെ വീണ്ടും ഇറക്കുക എങ്കിൽ പോലും അതിന് മുന്നോടിയായി അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുക എന്ന നിർണായക ദൗത്യമാണ്, നിർണായക ഉത്തരവാദിത്തമാണ് ഈ പര്യവേഷണ സംഘത്തിനുള്ളത്. മുമ്പ് മാറ്റിവെക്കപ്പെട്ടൊരു ദൗത്യം കൂടിയാണ്. എല്ലാ സ്നാഗുകളും ക്ലിയർ ചെയ്തുകൊണ്ട്, ടെക്നിക്കൽ സ്നാക്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇത്തവണ വിജയകരമായി ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ സംഘത്തിന്റെ യാത്ര, അതിന്റെ പുരോഗതി എങ്ങനെ? ഗോകുൽ, അമൃത, ഗുഡ് മോർണിംഗ്. എന്തായാലും 54 വർഷത്തിന് ശേഷം മനുഷ്യന്റെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വീണ്ടും ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആർടെമിസ് 2 ദൗത്യം ഇപ്പോൾ ഈ പുലർച്ചെ 4:05 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണത്തറയിൽ നിന്നും കുതിച്ചുയർന്നത്. ഇനി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമാണ് ഇത്. ആദ്യത്തെ 2 ദിവസം, അതായത് ഏപ്രിൽ 1, 2 തീയതികളിൽ 2 തവണയായി ഭൂമിയെ ആർടെമിസ് 2 ദൗത്യം വലം വയ്ക്കും. അതിനുശേഷമായിരിക്കും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ആർടെമിസ് 2 ഓറിയോൺ പേടകം യാത്ര തിരിക്കുക. അതിനുശേഷം ഏപ്രിൽ 6 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഓറിയോൺ പേടകം പ്രവേശിക്കും, 4 യാത്രക്കാരുമായി പ്രവേശിക്കും. അതിനുശേഷം ചന്ദ്രനെ ഒരു തവണ വലം വെച്ച ശേഷം ഏപ്രിൽ 10 തിരികെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്ന തരത്തിലാണ് ദൗത്യം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും 54 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1972 അതിലാണ് അവസാനമായി മനുഷ്യന്റെ ചാന്ദ്ര ദൗത്യം നടന്നത്, അപ്പോളോ 17. അതിനുശേഷം ഇത്രയും വലിയൊരു ഇടവേള ഈ ചാന്ദ്രദൗത്യം സംഭവിച്ചു. എന്തായാലും വലിയൊരു കാൽവെപ്പിലേക്ക് കൂടിയാണ് നാസ കാൽവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് 2030 നടക്കേണ്ട ആർടെമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ആർടെമിസ് 2 ദൗത്യത്തിൽ ചന്ദ്രനെ ഒരു തവണ വലം വയ്ക്കുന്നത് മാത്രമാണെങ്കിൽ ആർടെമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ ദൗത്യത്തിലാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുക എന്നുള്ള വലിയൊരു കാൽവെപ്പ് നടത്താൻ പോകുന്നത്. എന്തായാലും അതിനുള്ള യാത്രയിലാണ് ഇപ്പോൾ ആർടെമിസ് 2 ദൗത്യം. അതിലെ ഓറിയോൺ പേടകത്തിൽ 4 യാത്രക്കാരുമായി പുറപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, അതുപോലെ തന്നെ മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുമാരായ ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ്. ഇതിൽ 3 പേര്, അതായത് റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവർ US പൗരന്മാരാണ്. അതുപോലെ ജെറമി ഹാൻസൺ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ പൗരനാണ്. എന്തായാലും ഈ എടുത്തു പറയേണ്ടത് ചാന്ദ്രദൗത്യത്തിൽ ആദ്യമായി നേരിട്ട് ഒരു വനിത പങ്കെടുക്കുന്നു എന്നുള്ളൊരു നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. അതായത് ക്രിസ്റ്റീന കോച്ചാണ്
ആദ്യമായി ചന്ദ്രദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഒരു വനിതയെ മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, അദ്ദേഹമാണ് ഈ ചന്ദ്രദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അത്തരത്തിലൊരു ചരിത്രപരമായ ഘട്ടങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ ആർട്ടിമിസ് 2 ദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയൊരു നേട്ടം നാസയെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കേണ്ടതുണ്ട്. അതായത് ഇനി വരേണ്ടത് അടുത്ത ഘട്ടങ്ങളാണ്. 2 തവണ ഭൂമിയെ വലം വെച്ച ശേഷം ഭൂമിയുടെ ഭ്രമണപഥം കടന്നു പോകേണ്ട ഒരു നിർണായക ഘട്ടമുണ്ട്. അതിനുശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കേണ്ട ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ ഏകദേശം 11.5 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഇത്രയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഓറിയോൺ പേടകം സഞ്ചരിക്കുക. 4 ലക്ഷം ദൂരമാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. അതായത് ആ ദൂരം പിന്നെ ഭൂമിയെ വലം വയ്ക്കുന്ന രണ്ട് തവണ വലം വയ്ക്കുന്ന ദൂരം എല്ലാം ഉൾപ്പെടെ 11.5 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഓറിയോൺ പേടകം കടന്നു പോകുക. എടുത്തു പറയേണ്ടത് ഒരു ബഹിരാകാശ പേടകം മനുഷ്യനുമായി പോകാവുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. കാരണം മനുഷ്യനുമായി ഇത്രയും ദൂരം ഒരു ബഹിരാകാശ പേടകവും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയും ദൂരം ചന്ദ്രന്റെ ഭ്രമണപഥവും അതായത് അതിനും വലം വയ്ക്കുന്ന ആ സമയത്താണ് ഇത്രയും വലിയൊരു ചരിത്ര നേട്ടം ഈ ഓറിയോൺ പേടകം കൈവരിക്കുക. അത്തരത്തിലൊരു വലിയൊരു ചരിത്ര ദൗത്യം തന്നെയാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിന് വേണ്ടി നടക്കുന്നത്. എടുത്തു പറയേണ്ടത് ആർട്ടിമിസ് 2 ദൗത്യം പൂർണ്ണമായും വിജയമായ മാത്രമാണ് ആർട്ടിമിസ് 4 ദൗത്യം നടക്കുക. 2030 ഈ ആർട്ടിമിസ് 4 ദൗത്യം നാസയ്ക്ക് പൂർത്തീകരിക്കാനുണ്ട്. ചൈനയ്ക്ക് മുന്നോടിയായി, ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ നാസയ്ക്ക് ഈ ദൗത്യം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിജയം ഈ ആർട്ടിമിസ് 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. ഗോകുൽ, അമൃത. തീർച്ചയായും അമ്പിളിമാമനെ പിടിച്ചു തരാന്നൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് ചന്ദ്രനിൽ പോയി അവിടെ താമസിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയാണ്. മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള പരിവേഷണങ്ങൾ, അവിടുത്തെ ജീവിത സാധ്യതയൊക്കെ നമ്മൾ ഇങ്ങനെ പല ദൗത്യങ്ങളിലായി പല സ്പേസ് ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇത് വിജയമായാൽ അടുത്ത മുന്നോട്ടുള്ള കുതിപ്പുകൾക്ക് കൂടുതൽ പ്രചോദനമാകുന്ന വലിയ സ്വപ്നയാത്രയിലേക്കുള്ള ഒരു തുടക്കം എന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി തന്നെ ആർട്ടിമിസ് 2 ദൗത്യത്തിനെ വിലയിരുത്താം. കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുന്നു. ബഹ്റൈന് നേരെ പുലർച്ചെ 3 തവണ ആക്രമണമുണ്ടായി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി വന്ന ബാലിസ്റ്റിക് മിസൈൽ തകർത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ നിർണായക പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യും. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ്, ഒപ്പം ജലീൽ കണ്ണമംഗലം, മധു കൊട്ടാരക്കരയിൽ നിന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ആക്രമണങ്ങൾ അങ്ങനെ ഒരു വശത്ത് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടരുന്നു. ഒപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട +2 പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കണമെന്നൊരു നിർണായകമായ ശുപാർശ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൽസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വരുന്നു. പുതിയ അപ്ഡേറ്റ്സ്. ഗൂഗിൾ, അമൃത, ഇന്ന് പുലർച്ചെ എന്തായാലും UAE കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായതായ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒപ്പം തന്നെ കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി എന്നുള്ളതും ആ ഒരു വിവരവും ഔദ്യോഗികമായുള്ള സ്ഥിരീകരണമായി ലഭിക്കുന്നില്ല. മറിച്ച് ചില റൂമറുകളൊക്കെയും ഉണ്ട് പലയിടത്തും ആക്രമണം ഉണ്ടായി എന്നുള്ളത്. പക്ഷേ ഒരു അതോറിറ്റിയും ഇത് സ്ഥിരീകരിക്കുന്നില്ല. നിലവിൽ ബഹ്റൈന് നേരെ ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അത് പുലർച്ചെ 3 തവണ അലേർട്ട് വരികയും ഒപ്പം തന്നെ ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേ വഴി ഹമാദ് ടൗണിലേക്കുള്ള യാത്ര ഇടയ്ക്ക് നിരോധിച്ചിരുന്നത്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം താൽക്കാലികമായ റോഡ് അടച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് പിന്നീട് ഇപ്പോൾ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഡ്രോൺ അവശിഷ്ടങ്ങളൊക്കെയും ഈ റോഡിൽ പതിച്ച് തീപിടുത്തമുണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ റോഡ് അടച്ചിട്ടിരുന്നത് എന്ന് മനസ്സിലാകുന്നു. പ്രത്യേകിച്ച് പുലർച്ചെ ഇത്തരത്തിൽ യാത്രക്കാർ വാഹനങ്ങളുമായി എത്തുകയും അതിലേക്കൊക്കെ ഈ അവശിഷ്ടങ്ങൾ വന്ന് പതിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ടിരുന്നു. പരിക്കേറ്റവരുടെ എണ്ണം കൂടിയിരുന്നു. അതൊക്കെയും തടയാൻ വേണ്ടി എടുത്തൊരു തീരുമാനമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരം, അത് ഗൾഫിലെ +2 പരീക്ഷകൾ നേരത്തെ തന്നെ നീട്ടിവെക്കാൻ സംസ്ഥാന സർക്കാരും പരീക്ഷാ ബോർഡും ഒക്കെ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗൾഫിലെ പരീക്ഷ റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഇത്തരത്തിൽ ഈ സ്കൂൾ പ്രിൻസിപ്പാൾമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കാത്ത തരത്തിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ മാനസിക സംഘർഷത്തിലാണ് എന്നാണ് ഈ പ്രിൻസിപ്പൽമാർ ഈ സർക്കാരിന് അയച്ച കത്തിലുള്ളത്, ആ ഒരു ശുപാർശ കത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ 7 സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ കത്തയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ
മാത്രമേ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു തീരുമാനം വരാൻ സാധ്യതയുള്ളൂ. ആ നിലയ്ക്ക് എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ CBSE ഒക്കെയും പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ അതിനുശേഷം പുതിയ മാർക്കിംഗ് സ്കീം ഒക്കെയും പ്രഖ്യാപിച്ചതിന് ശേഷവും കേരള സർക്കാർ അല്ലെങ്കിൽ പരീക്ഷാ ബോർഡ്, പരീക്ഷാ ഭവൻ ഇത്തരത്തിൽ ഏത് നിലയ്ക്കാണ് തങ്ങൾ ഇവാലുവേഷനുമായി മുന്നോട്ട് പോകുന്നത്, ഏത് തരത്തിൽ മാർക്ക് നൽകും എന്നുള്ളതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടൻ ഇടപെടൽ ഉണ്ടാകണം എന്നുകൂടിയാണ് ഇപ്പോൾ ഈ സ്കൂൾ അധികൃതരൊക്കെയും ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഈ സംഘർഷത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ എന്തായാലും മറ്റ് സ്ഥലങ്ങളിലൊന്നും ഈ കുവൈറ്റ് ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഖത്തർ, UAE ഇവിടെ ഒന്നും നിലവിൽ അലേർട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഗോകുൽ, അമൃത. ശരി, മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജലീൽ, ബഹ്റൈനിലൊക്കെ ഇന്ന് രാവിലെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സൗദിയിൽ എന്താണ് സാഹചര്യം? അമൃത, ഗോകുൽ, സൗദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെക്കുറെ ആശ്വാസകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മണിക്കൂറുകളിൽ സൗദിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് ഒരു ഡ്രോൺ ആക്രമണവും ഒരു മിസൈൽ ആക്രമണവുമാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ തകർത്തതായി മന്ത്രാലയം അറിയിച്ചു. ആളപായമില്ല, നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഴക്കൻ മേഖലയ്ക്ക് നേരെയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ ആക്രമണം മുന്നറിയിപ്പ് സന്ദേശം ജനങ്ങൾക്ക് ലഭിച്ചിരുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയണമെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. മിനിറ്റുകൾക്ക് ശേഷം അപകട സാധ്യത ഇല്ലാതായ സന്ദേശവും ആളുകൾക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് സൗദിക്ക് നേരെ ഉണ്ടായിരുന്നത്. അമേരിക്കൻ താവളങ്ങൾക്കും ഓയിൽ പ്ലാന്റുകൾക്കും ഒക്കെ നേരെയായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്, പരിഭ്രാന്തി വേണ്ട എന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സൗദി കേന്ദ്രീകരിച്ച് നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനെ ഫോണിൽ കഴിഞ്ഞ രാത്രി വിളിച്ച് സംസാരിച്ചു. മേഖലയിലെ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതോടൊപ്പം കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുമായും കഴിഞ്ഞ ദിവസം സൗദി വിദേശകാര്യമന്ത്രി സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം വിർച്വലായി കൂടിയിരുന്നു. അതിൽ സൗദി ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുലസീസ് ബിൻ സൗദ് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. നിലവിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾ പ്രതിരോധ സംവിധാനം ഉടച്ചു വാർക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത പോലീസ് രീതികളിൽ നിന്ന് മാറി AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സുരക്ഷാ ഏജൻസികൾ മാറേണ്ടതുണ്ട്. സൈബർ ആക്രമണങ്ങൾ, മയക്കുമരുന്ന് മാഫിയ, ഭീകരവാദം എന്നിവ നേരിടാൻ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഒരു സുരക്ഷാ കൂട്ടായ്മ രൂപപ്പെടണം എന്നും മന്ത്രി നിർദ്ദേശിച്ചു. അതായത് ഈ സംഘർഷം പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് സൂചന. അതേസമയം സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ $186 ബില്യൺ അറബ് മേഖലയ്ക്ക് നഷ്ടമായതായി ഈ UN പ്രതിനിധി അബ്ദുള്ള അൽ ദർദാരി പറഞ്ഞു. ഇതിൽ സിംഹഭാഗവും, അതായത് $168 ബില്യൺ ഗൾഫ് രാജ്യങ്ങളുടെ മാത്രം നഷ്ടമാണ്. ഈ യുദ്ധം ഓരോ ദിവസം നീണ്ടുപോകുമ്പോഴും അറബ് ലോകത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും ഒക്കെ അത് വലിയ തടസ്സമാകും എന്നാണ് വിലയിരുത്തൽ. ഇറാനെ പ്രതിരോധിക്കണം, അതോടൊപ്പം തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വേണം ഗൾഫ് രാജ്യങ്ങൾക്ക്. അത് ഉറപ്പാക്കാൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റൊരു കാര്യം, തുർക്കിയിൽ നിന്ന് മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വാണിജ്യ ട്രക്കുകൾക്ക് സൗദി അറേബ്യ ട്രാൻസിറ്റ് വിസ അനുവദിക്കാൻ തീരുമാനിച്ചു. ഹോർമുസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്ന് സമുദ്രമാർഗമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഈ സമുദ്രമാർഗമുള്ള ഷിപ്പിംഗിന് ബദലായി റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം സുഗമമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗോകുൽ, അമൃത. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. മധു കൊട്ടാരക്കരയിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് മധു ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. ഇന്ന് ഏറെ നിർണായകമായ ഒരു അഭിസംബോധന കാത്തിരിക്കുകയാണ് ലോകം. ട്രംപിന്റെ അമേരിക്കക്കാരുള്ള അഭിസംബോധന ഏതാണ്ട് മിനിറ്റുകൾക്കകം ആരംഭിക്കും. ഇന്നലെ രാത്രിയിലും വന്നു പ്രസ്താവന, യുദ്ധം ഉടൻ അവസാനിക്കും, കരാറില്ലാതെ തന്നെ അവസാനിക്കുമെന്നൊക്കെ ഉള്ളത്. അതിനെ തള്ളി ഇറാൻ രംഗത്ത് വരുന്നു. നിർണായകമായ അഭിസംബോധനയിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ
ഈ യുദ്ധത്തിൽ ഇതുവരെയുള്ള പുരോഗതിയും അതുപോലെ മുന്നോട്ടുള്ള നയങ്ങളും വിശദീകരിക്കുവാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അത് മാത്രമല്ല ഈ വരും ആഴ്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കുമെന്നുള്ള സൂചനകളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക, അതുപോലെ ഇറാൻ നാവികസേനയെ നിഷ്ക്രിയമാക്കുക, ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് അവയെ ഇല്ലാതാക്കുക, ഇത് കൂടാതെ അവരുടെ ആണവശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഈ യുദ്ധത്തിലെ പുരോഗതി അമേരിക്കൻ ജനതയോട് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത പ്രസിഡന്റ് ട്രംപിനുണ്ട്. അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ ഇറാന്റെ ദൗത്യം പൂർത്തിയാക്കി സൈന്യത്തിന് മടങ്ങാൻ കഴിയുമെന്ന് ട്രംപ് രാജ്യത്തിന് ഉറപ്പ് നൽകുമെന്നുള്ളൊരു സൂചനകളും രാവിലെ മുതലേ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ നിലവിലെ യുദ്ധം ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ച് മറ്റൊരു സസ്പെൻസ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് കത്തെഴുതിയാണ് ഇത് ചോദിച്ചത്. ഇത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു പ്രോക്സി യുദ്ധത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ചർച്ചകളോ ഇതിലേതാണ് വേണ്ടതെന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാം, എന്നാൽ ഏത് അധിനിവേശത്തെയും അതിജീവിക്കുവാൻ ഇറാന് സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഈ ആക്രമിക്കാൻ വന്നവരെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായെന്നുള്ള കാര്യം മറക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. അതേസമയം ഈ നേറ്റോയെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് ട്രംപ് ഇന്ന് വന്നിരിക്കുകയാണ്. പേപ്പർ ടൈഗർ അല്ലെങ്കിൽ കടലാസ് പുലി എന്നാണ് ട്രംപ് ഇന്ന് വീണ്ടും അവരെ വിശേഷിപ്പിച്ചത്. ഇറാനെ ഒറ്റയ്ക്ക് നേരിടുവാൻ അമേരിക്കയ്ക്ക് കരുത്തുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അത് മാത്രമല്ല ഈ നേറ്റോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അവരുടെ സഹായം ചോദിച്ചത്. അവരുടെ സഹായം അമേരിക്കയ്ക്ക് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. അത് മാത്രമല്ല ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെയും ട്രംപ് പരിഹസിക്കാൻ മറന്നില്ല. യുദ്ധം ജയിച്ചതിന് ശേഷം ഇവരുടെ ആരുടെയും സഹായം വേണ്ടെന്ന് അവരോട് പറഞ്ഞതായിട്ട് ട്രംപ് പറഞ്ഞു. അതേസമയം ഈ നേറ്റോ സഖ്യത്തിനുള്ള ഈ ഭിന്നത രൂക്ഷമാകുന്നതിനിടയിൽ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കും. ട്രംപും ഈ മാർക്ക് റൂട്ടയും തമ്മിൽ വളരെ നല്ല വ്യക്തിബന്ധമുണ്ട്. എന്നാലും ഈ നേറ്റോ സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഈ സമയം ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സൂചനകളും ഡൊണാൾഡ് ട്രംപ് ഇന്ന് പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗോകുൽ, അമൃത. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഉറ്റുനോക്കുന്നത് ട്രംപ് ഇനിയിപ്പോൾ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അല്പസമയം മാത്രമാണുള്ളത്, നോക്കി തന്നെ അറിയാം എന്തായിരിക്കും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ രാജ്യത്ത് ആശങ്ക തുടരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി നിലവിലെ രാജ്യത്തെ സാഹചര്യം വിലയിരുത്തി. പ്രതിസന്ധിയിൽ പൗരന്മാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. വളം, LPG, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ കർശന നടപടികളെടുക്കാൻ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് കടന്ന BWELM LPG ടാങ്കർ ഇന്ന് മംഗളൂരു തീരത്തെത്തും. അതിനിടെ ഇൻഡിഗോയുടെ പുതുക്കിയ സർചാർജുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ വീണ്ടും ഉയരും. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഒരാഴ്ച. LDF, UDF മുന്നണികൾ ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഊന്നിയുള്ളതാകും UDFന്റെ പ്രകടന പത്രിക. ക്ഷേമ പെൻഷനുകൾ, ലൈഫ് മിഷൻ, K-ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ അടുത്ത ഘട്ട പ്രഖ്യാപനങ്ങൾ LDF പത്രികയിലുണ്ടായിരിക്കും. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ 7 ദിവസം, ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 പ്രകടന പത്രികകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDFന്റെ പ്രകടന പത്രിക, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഉച്ചയോടുകൂടി തന്നെ ഈ പരിപാടി ഉണ്ടായിരിക്കുമെന്നാണ് ഇന്നലെയോടുകൂടി തന്നെ നേതാക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളും അബ്ബാദ് പ്ലാസയിൽ വെച്ച്, കൊച്ചി അബ്ബാദ് പ്ലാസയിൽ വെച്ചിട്ടാണ് ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത്. അവിടെ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന വിവരം. ഇന്ദിരാ ഗ്യാരണ്ടി ഊന്നിയുള്ളതായിരിക്കും പ്രകടന പത്രിക എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ജനപ്രിയമായിട്ടുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക അത് തന്നെ പുറത്തിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. കാരണം കൂടുതൽ വോട്ടർമാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക്, അത് വിദ്യാർത്ഥികൾ, അത്
കുട്ടികൾക്ക് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന കാര്യത്തിൽ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഈ രീതിയിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി അതിൽ പറഞ്ഞിരിക്കുന്ന ഉറപ്പുകളൊക്കെ അത് വീട് തോറും കയറി ഇറങ്ങി നേതാക്കൾ തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രകടന പത്രികയിലും ആ രീതിയിൽ തന്നെ ആയിരിക്കും വാഗ്ദാനങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വലിയ ആവേശത്തിലും വലിയ പ്രതീക്ഷയിലും തന്നെയാണ് UDF ഉള്ളത്. വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് LDF പോകുമ്പോൾ തങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇന്നലെയോടുകൂടി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജനപ്രിയമായിട്ടുള്ള ചേരുവകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഇന്ന് കൊച്ചി അബ്ബാദ് പ്ലാസയിൽ വെച്ച് ഉച്ചയോടുകൂടി പ്രകാശനം ചെയ്യും. ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുക, ഈ രീതിയിൽ തന്നെ നമുക്ക് പറയുന്നത് പോലെ തന്നെ ആ രീതിയിലേക്ക് തന്നെ ആയിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വലിയ ചൂടോടുകൂടി തന്നെ മുന്നോട്ട് പോകുകയും ഏറെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ അത് ഇന്ദിരാ ഗ്യാരണ്ടിക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെ ഉണ്ടെന്നാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആകാംക്ഷ. ഇനി അജി കുഞ്ഞുമോനിലേക്കാണ് പോകുന്നത്. കോഴിക്കോടാണ് ഇന്ന് LDF-ന്റെ പ്രകടന പത്രിക വരുന്നത്. അജി, നിലവിലെ വികസന പദ്ധതികളുടെ തുടർച്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടം, ഒപ്പം പെൻഷൻ വർധന, ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെയും ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ വലിയ ഫ്യൂച്ചറിസ്റ്റിക്കായ പ്രഖ്യാപനങ്ങൾ വരാതിരുന്നത് LDF-ന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ മച്ച് എവൈറ്റഡ് എന്താ പറയുക മാനിഫെസ്റ്റോ ആണ് LDF-ന്റേത്. തീർച്ചയായിട്ടും ഗൂഗിൾ, അമൃത, വെരി ഗുഡ് മോർണിംഗ്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായിരിക്കും LDF-ന്റെ പ്രകടന പത്രിക എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്കറിയാം ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാകുമോ, അതുമാത്രമല്ല ഈ K-ഫോൺ അടക്കമുള്ള പദ്ധതികളുടെ തുടർ പ്രഖ്യാപനങ്ങൾ, അതിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രകടന പത്രിക പുറത്തിറക്കുക. LDF-ന്റെ മറ്റ് ഘടകകക്ഷികളിലെ എല്ലാ നേതാക്കന്മാരും ഈ പ്രകടന പത്രികയിൽ പങ്കെടുക്കും. നേരത്തെ ആൻമരിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി മറികടക്കുന്ന പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ LDF-ന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും 2021 പ്രധാനമായും LDF-ന്റെ പ്രകടന പത്രികയിൽ ഒന്നായിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നത്. 2021 പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. സാമൂഹ്യ പെൻഷനുകൾ 2500 രൂപ ആക്കുമെന്ന് 2021 പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. റബ്ബറിന്റെ ഈ താങ്ങുവില 250 ആക്കുമെന്നുള്ളതും 2021 പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കുന്ന പുതിയ തലത്തിൽ പുതിയ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള പശ്ചാത്തല വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നോക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, UDF-ന്റെ പ്രകടന പത്രികയിലുള്ള 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഇതിനോടകം തന്നെ ആ പ്രചാരണ ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട്, ആ 5 ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിടുന്നത്. പക്ഷേ CPM ഈ കഴിഞ്ഞ ഭരണം, തുടർഭരണം ഉണ്ടാകണം, ഈ വികസന തുടർച്ച ഉണ്ടാകണം എന്നുള്ള ആ ഒരു പ്രചരണ വാക്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്രയും നാൾ അവർ പ്രചരണം നടത്തിയത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ്, ആ വാഗ്ദാനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും LDF പ്രചരണം നയിക്കുക. ഏതായാലും രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കുക. ഗൂഗിൾ, അമൃത. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. 1-2 പിണറായി സർക്കാരുകളുടെ ഒരു നയരേഖ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനം അത് മാനിഫെസ്റ്റോ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നീടുള്ള ഇലക്ഷനുകൾ, ഈ ഇലക്ഷനിൽ ഉൾപ്പെടെ നേരിടുന്നതും എന്തൊക്കെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ നിറവേറ്റി എന്നൊരു പ്രോഗ്രസ് കാർഡ് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രകടന പത്രിക എന്താകുമെന്നത്, അതിലെ വാഗ്ദാനങ്ങൾ എന്താവും, അത് ഇന്ദിരാ ഗ്യാരണ്ടിയെ മറികടക്കുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതും ആകാംക്ഷയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിലായി നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പുത്തൻതോപ്പിൽ നടക്കുന്ന കോർണർ മീറ്റിംഗോടെയാണ് പ്രിയങ്കയുടെ പര്യടനം ആരംഭിക്കുന്നത്. തീരദേശ മേഖലയിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പ്രിയങ്ക സംസാരിക്കും. 12:30 കൊല്ലം കന്റോൺമെന്റ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 2 മണിക്ക് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ കവടിയാർ സാൽവേഷൻ ആർമി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രിയങ്ക പങ്കെടുക്കും. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഓരോ വിഷയങ്ങളായി ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു അല്ലേ ഗൂഗിൾ. ഈ ഡീൽ വിവാദമായിക്കോട്ടെ, സംവാദമായിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വികസന ചർച്ചകളൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ സെറ്റ് ചെയ്ത സ്ട്രാറ്റജി അജണ്ടയായിരുന്നെങ്കിൽ അതല്ലാതെ സഭകൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് FCRA എന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്ക തുടരുകയാണ്. വ്യവസ്ഥകളിൽ മാറ്റം വരുത്താതെ ബില്ല് പാസാക്കാനുള്ള സാധ്യതയാണ് കാരണം. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. എന്നാൽ
ഉചിതമായ സമയത്ത് ബില്ല് അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നൊപ്പം ജിബിൻ JB തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ജിബിൻ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി FCRA മാറിയിട്ട്, അതിൽ ഭേദഗതി മാറിയിട്ട് കുറച്ച് ദിവസങ്ങളായി. BJP നേതാക്കളുടെയൊക്കെ അനുനയം അല്ലെങ്കിൽ സമാധാനിപ്പിക്കലൊക്കെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് അമൃത. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് FCRA ഈ ചർച്ചാ വിഷയമായി കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇത് സംബന്ധിച്ച് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച നടത്തിയ സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് എടുക്കില്ല എന്നൊരു ഉറപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അത് ചർച്ചയ്ക്ക് എടുക്കുന്ന കാര്യം വരികയും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഉചിതമായ സമയത്ത് ബില്ല് സഭയിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആശങ്ക വീണ്ടും ക്രൈസ്തവ സഭകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബില്ല് ചർച്ചയ്ക്കായി എടുക്കുമെന്നാണ് ക്രൈസ്തവ സഭ പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയും ക്രൈസ്തവ സഭകളുമായി ഒന്നും തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇതുമായി സംസാരിച്ചിട്ടില്ല. ഇതിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സഭാ മേലധ്യക്ഷന്മാരുമായി ഒരു യോഗം പോലും വിളിച്ച് ചേർക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സഭകൾ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ ബിഷപ്പുമാരുടെ ഒക്കെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് പെസഹയാണ്. പെസഹ ദിവസങ്ങളിൽ വരുന്ന പ്രസംഗങ്ങളിലാണ്, പെസഹ അതുപോലെ ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളിലെ പ്രസംഗങ്ങളിലാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ അവരുടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വിവിധ സഭാ തലവന്മാരുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഗോകുൽ, ശരി, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ക്രൈസ്തവ സഭകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണുള്ളത്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം നിലവിൽ ഇപ്പോൾ കേന്ദ്രം ബില്ല് ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് നീക്കത്തിലേക്കായിരിക്കും കേന്ദ്രം കടക്കുക? ഈ ഉചിതമായ സമയത്ത് ചർച്ച നടക്കുമെന്നൊക്കെയാണല്ലോ കിരൺ റിജിജു പറയുന്നത്. അമൃത, ഗോകുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമായിരുന്നു FCRA ബില്ല് ചർച്ചയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നാലെ വലിയ പ്രതിഷേധം ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തുനിന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കൾ അടക്കം ഇടപെട്ടതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം FCRA ബില്ല് ചർച്ചയ്ക്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു പ്രതികരണം വരികയാണ്. ഈ ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല. ഉചിതമായ സമയത്ത് ഈ ബില്ല് കൊണ്ടുവരുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ എപ്പോഴാണ് ഉചിതമായ സമയമെന്നതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ക്രൈസ്തവ സംഘടനകളടക്കം ആശങ്കയിൽ തുടരുന്നു. ഇനി ഈ ബില്ല് കേന്ദ്രം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ബില്ലിൽ കൊണ്ടുവരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈസ്തവ സംഘടനകൾ ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബില്ല് മാറ്റിവെച്ചതെന്ന കാര്യമാണ് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ചത്. ഇന്നാണ് സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം. ഒരുപക്ഷെ അനിശ്ചിതകാലത്തേക്ക് ഇന്ന് സഭാ സമ്മേളനം പിരിയുന്നതിന് പകരം മറ്റൊരു ദിവസത്തേക്ക് ഈ സഭാ സമ്മേളനം മാറ്റിവെക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സഭ വീണ്ടും ചേരുമ്പോൾ ബില്ല് കൊണ്ടുവരാൻ തന്നെയായിരിക്കും കേന്ദ്രം ഒരു നീക്കം നടത്തുക. പക്ഷേ ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിയ ആശങ്കകൾ അത് മറികടക്കും അല്ലെങ്കിൽ അത് ഒഴിവാക്കുമെന്നടക്കമുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വിവിധ തരത്തിലുള്ള ഇടപെടലുകൾക്ക് CBC അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ശ്രമം നടത്തുകയാണ്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം കാണുവാനുള്ള ശ്രമങ്ങളും ക്രൈസ്തവ സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ അത് പരിശോധിക്കണം എന്ന് തന്നെയാണ് CBC അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്ന കോൺഗ്രസ് MPമാരടക്കം ഉടൻ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുകയും പാർലമെന്റിലടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ ബില്ല് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് കേന്ദ്രം പോയത്. എന്തായാലും ബില്ലിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ പാർലമെന്റ് സമ്മേളനം ചേരുമ്പോൾ ആ ബില്ല് കേന്ദ്രം ചർച്ചയ്ക്ക് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വ്യവസ്ഥകളിലടക്കം എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ അല്ലെങ്കിൽ JPCക്കോ പാർലമെന്ററി സമിതിക്കോ ഈ ബില്ല് ചർച്ചയ്ക്ക് വിടുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ക്രൈസ്തവ സംഘടനകൾ വലിയ ആശങ്കയിൽ തുടരുന്നു. ഇനി എന്താണ് അല്ലെങ്കിൽ ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ നീക്കം നടത്തുന്നത്. അമൃത, ഗോകുൽ. എറണാകുളത്ത് LDFന് ഉറച്ച വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കളമശ്ശേരി. മണ്ഡലം ഇക്കുറി മാറി ചിന്തിക്കുമെന്നാണ് UDF നേതാക്കൾ പറയുന്നത്. വികസന രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കാൻ പ്രതിപക്ഷ ശ്രമമെന്നാണ് LDFന്റെ ആരോപണം. കടുത്ത വെയിലിനെ തണലാക്കി പോർക്കളത്തിലാണ് സ്ഥാനാർത്ഥികൾ. വികസന രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി P. രാജീവ്. വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതി എന്നുള്ളത്. കഴിഞ്ഞ ആദ്യത്തെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു.
അത് ബലൂൺ പോലെ പൊട്ടി. ഇപ്പൊ രണ്ടാമത് ശ്രമിച്ചു, അതും തുറന്നു കാട്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ 10 വർഷമുണ്ടായ മാറ്റം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ്. അതിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധ പിരിച്ചുവിടുക, ഇതാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം എന്നുള്ളത്. കളമശ്ശേരിയിൽ വികസന മുരടിപ്പെന്നും മാറ്റം അനിവാര്യമെന്നും UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ. UDF കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വികസനങ്ങളൊന്നും നടന്നിട്ടില്ല. അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒരു തുടർച്ച ഉണ്ടാവണം. അപ്പോൾ UDFന്റെ ഒരു കാലഘട്ടത്തിലെ പദ്ധതികളുടെയും പരിപാടികളുടെയും ഒരു തുടർച്ചയായിരിക്കണം ഇനി വരുന്ന 5 വർഷം. മണ്ഡലത്തിൽ ശ്രദ്ധ പതിയേണ്ട മേഖലകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വോട്ട് തേടുകയാണ് NDA സ്ഥാനാർത്ഥി MB ബിനു. കളമശ്ശേരി മണ്ഡലം എന്ന് പറയുന്ന വ്യവസായിക മണ്ഡലമാണ്. ആ വ്യവസായ മണ്ഡലത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യവസായ മേഖലയിൽ ഞാൻ ഒരുവിധ FACT ഉൾപ്പെടെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് തൊഴിലില്ലായ്മയാണ് വന്നിട്ടുള്ളത്. പല കമ്പനികളും പൂട്ടിപ്പോയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതമല്ല. നമുക്ക് ഈ ഓൾഡ് രാഷ്ട്രീയം കളഞ്ഞിട്ട് പുതിയൊരു വികസന രാഷ്ട്രീയമാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് LDFും UDFും. വികസന രാഷ്ട്രീയം വോട്ടാകുമെന്ന് NDA പറയുന്നു. കളമശ്ശേരി ആരുടെ പച്ചത്തുരുത്താകുമെന്ന് മെയ് 4-അറിയാം. ക്യാമറാമാൻ അനുവിനൊപ്പം ഉന്മേഷ് ശിവരാമൻ, 24. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിട്ട് CPIM. കേന്ദ്ര കമ്മിറ്റി പിരിച്ച ഫണ്ടിന്റെ കണക്കുകളാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പരസ്യപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം മാർച്ച് 21-ന് 92 ലക്ഷം രൂപയും മെയ് 26-ന് 99,000 രൂപയും സംഭാവന നൽകി. അതിന്റെ രസീതുകൾ സഹിതമാണ് CPIM കണക്ക് നൽകിയത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വവും കേരള കർഷക സംഘവും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഫണ്ടിന്റെ കാര്യത്തിൽ CPIM എക്കാലവും സുതാര്യത പുലർത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് അടക്കം പാർട്ടികൾ പിരിച്ച കണക്കുകൾ പുറത്തുവിടണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. ഇനി ഗ്രൗണ്ട് സീറോയിലേക്കാണ്. ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രചാരണ ഫ്ലക്സ് ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. പച്ചയായ വർഗീയ സിഗ്നച്ചറുകൾ ഉണ്ടാക്കുന്നത് ക്രൂരമാണെന്ന് അദ്ദേഹം പറയുന്നു. മതം നോക്കിയല്ല കേരളത്തിൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്നതെന്നും TN പ്രതാപൻ 24 പറഞ്ഞു. കാണാം തനേഷ് തമ്പി തയ്യാറാക്കിയ ഗ്രൗണ്ട് സീറോ. ഗ്രൗണ്ട് സീറോ മണലൂർ നിയോജക മണ്ഡലത്തിലാണ്. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത്. കോൺഗ്രസിന് വേണ്ടി TN പ്രതാപനും, CPIMന് വേണ്ടി C രവീന്ദ്രനാഥും, BJPക്ക് വേണ്ടി KK അനീഷ് കുമാറും മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ്. എങ്ങനെയുണ്ട് പോകുന്നത്? ഭയങ്കര ആത്മവിശ്വാസത്തോടെ, ഭയങ്കര ഒരു ആവേശത്തോടു കൂടെയാണ് ഈ കൊടും ചൂടിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും, അതായത് കാർഷിക ഗ്രാമമാണ് മണലൂർ, ഏത് ഗ്രാമത്തിൽ ചെന്നാലും രാഷ്ട്രീയത്തിനും മതത്തിനും സമുദായത്തിനും അതീതമായി ആളുകളുടെ ഒരു പ്രതികരണം എന്നെ വല്ലാതെ വികാരഭരിതമാക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന് ശക്തമായ വേരുകളുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ LDFന്റെ MLA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശരിയായ നാടൻ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ ചുണ്ടിനും കപ്പിനിടയിൽ നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്. പുതിയ മണലൂർ വന്നപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ജയിച്ച സ്ഥലമാണ്. 2011 പുതിയ മണലൂർ മണ്ഡലം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മണലൂർ നഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ ഒരു നോട്ടപ്പെശക് കൊണ്ടാണ് എന്ന് ആണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ നോട്ടപ്പെശക് കൊണ്ട് നഷ്ടപ്പെട്ട മണലൂർ തിരിച്ചു പിടിക്കാനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ BJPക്ക് അഭൂതപൂർവമായ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. അതേസമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറി. എങ്ങനെയാണെന്ന് അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ട് ഈ മണ്ഡലത്തിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2019 ഒരു ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുണ്ടല്ലോ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് എനിക്ക് 12,790 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ് മണലൂർ. അന്ന് ഞാൻ ഇപ്പോഴത്തെ തൃശ്ശൂരിലെ MP ഇവിടെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടു. തൃശ്ശൂരിലും 3-ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് LDFന്റെ വോട്ടും കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി പോയിട്ടുണ്ടായിരുന്നു 2024 ഇലക്ഷൻ. ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. തൊട്ടടുത്ത മണ്ഡലമാണ് ഗുരുവായൂർ. അവിടുത്തെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ആദ്യം അത് വലിയ വിവാദമാകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ആ ബോർഡിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലെ MLAമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് മതം ഏതാണ് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത്തരം പ്രചരണത്തെയൊക്കെ എങ്ങനെ കാണുന്നത്? RSSന്റെയും BJPയുടെയും സംഘ് പരിവാറിൻ്റെയും ക്രൂരമായ അജണ്ടയാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നതും. അത് കേരളത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ കമ്പാർട്ട്മെൻറ്റ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇവിടെ ഏത് മതവിശ്വാസിയും, ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും വെറും മതം മാത്രം നോക്കി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നാടല്ല കേരളം. ഗുരുവായൂരിൽ BJP 3-ാം സ്ഥാനത്ത് പോകും. ദയനീയമായിരിക്കും BJPയുടെ ഇത്തവണത്തെ ഗുരുവായൂരിലെ ഇലക്ഷൻ റിസൾട്ട്. അതിന് കാരണം ഇത്തരത്തിലുള്ള പച്ചയായ വർഗീയ സിഗ്നേച്ചറുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമാണ്. ഇത് മലയാളിയുടെ അടുപ്പിൽ ഈ പരിപ്പ് വേവില്ല. ഉഷാറായിട്ടങ്ങ് മുന്നോട്ട് പോകും. യെസ്, ഷുവർ. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. 24-ന്റെ എല്ലാ സപ്പോർട്ടിനും പ്രത്യേകമായി സന്തോഷം. 24 തീർച്ചയായിട്ടും മണലൂരിൽ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് 24-ന് എൻ്റെ പ്രത്യേകമായൊരു ഹാർട്ട് ലൈക്ക്. കല്യാൺ സിൽക്സിന്റെ യൂത്ത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയോ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. യുവാക്കൾക്കിടയിലെ ഫാഷൻ സെൻസേഷനായി മാറിയ ഫാസിയോയുടെ 11ാമത്തെ ഷോറൂമാണ് തൊടുപുഴയിൽ തുടങ്ങിയത്. ലോകോത്തര ഫാഷൻ ട്രെൻഡുകൾക്കൊപ്പം നിൽക്കുന്ന ഡിസൈനുകൾ അതിവേഗത്തിൽ ഫാസിയോയുടെ എല്ലാ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഫംഗ്ഷൻ വെയർ, കാഷ്വൽ വെയർ, സ്ട്രീറ്റ് വെയർ എന്നിവയുടെ ജെൻസ്, വുമൺസ്, കിഡ്സ് കളക്ഷൻസ് ആണ് ഷോറൂമുകളിലെ ഹൈലൈറ്റ്. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക്, കല്യാൺ സിൽക്സ് ഫാസിയോ ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2 കൊല്ലത്തിൽ മാത്രമുണ്ടായ ഫാസിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വളർച്ചയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ കടപ്പാടും കേരള ജനതയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 15 വയസ്സ് മുതൽ ഒരു 50 60 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഉതകുന്ന ഫാസ്റ്റ് ഫാഷൻ, ഫാഷനബിൾ ക്ലോത്ത്സ് ആണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 149 രൂപ മുതൽ ആരംഭിക്കുന്ന വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഫാസിയോയുടെ പ്രത്യേകത. ഫാസിയോയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലത്തും അങ്കമാലിയിലും പുതിയ ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിക്കും. 24 ഇടുക്കി. സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ മറുപടി. ഇന്നലെ രാത്രി പാലക്കാട് മണ്ഡലത്തിലെ വടക്കന്തറയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രമേശ് പിഷാരടിയെ BJP കൗൺസിലർ സിന്ധുരാജിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. ഇതോടെ UDF പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമായി. ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് BJP പ്രവർത്തകർ തടഞ്ഞതെന്നും തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ നിഷേധിച്ചെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിലെ നിങ്ങൾ ആരെയും കയറ്റിവിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങളിതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് രമേശ് പിഷാരടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് തടഞ്ഞതെന്ന് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ. എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാവണം. പരാമർശം പിൻവലിച്ച് പിഷാരടി മാപ്പ് പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ഥാനാർത്ഥി തടഞ്ഞ വിഷയം പ്രചാരണായുധമാക്കാനും വിഷയത്തിൽ പ്രതിഷേധിക്കാനുമാണ് UDF ക്യാമ്പിന്റെ നീക്കം. 24 പാലക്കാട്. ഇനി കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. മണ്ഡലം ചുറ്റി മഹിളകൾ എത്തി നിൽക്കുന്നത് വയനാട്ടിലാണ്. കൽപ്പറ്റയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണ്? വനിതാ മിസ്സിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുന്നു. കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. വയനാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ്. നല്ല തണുപ്പിലൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ കൊടും ചൂടാണ് കേട്ടോ. അപ്പൊ കൽപ്പറ്റ നഗരത്തിലുള്ള വനിതാ മെസ്സിലാണ് ഉള്ളത്. ഇവിടെ ഉള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ നമ്മൾ അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. ഇവിടെ ഇത്തവണ എന്താണ് കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്? ഇപ്പൊ ഈ കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. വിവാദങ്ങളാണോ അതോ വികസനമാണോ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ? എന്താണ് ഇവിടെ ചർച്ച? ഇവിടെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളുമാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ആ വികസനവും ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ വയനാട്ടിന് കിട്ടിയ ഒരു ഗവൺമെൻറ്, 10 കൊല്ലക്കാലം ഇവിടെ ഭരിച്ച ഒരു ഗവൺമെൻറ് വയനാട്ടിലെ ജനങ്ങൾക്ക് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത്,
അതൊരു വലിയ ചർച്ചാ വിഷയം. ചേട്ടൻ എവിടെ? ഇവിടെ തന്നെയാണ് കേട്ടോ സ്ഥലം. അതെ, കോട്ടത്ര എന്ന് പറഞ്ഞ പഞ്ചായത്ത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് എം അബ്ദു അല്ലേ? തിരഞ്ഞെടുപ്പ് വളരെ ചൂടായി വരുന്നത് പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരമല ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ തുരങ്കപാത ഉൾപ്പെടെ വയനാടിനെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ തലത്തിലും ചേർത്ത് പിടിച്ച സാഹചര്യമായതുകൊണ്ട് കൽപ്പറ്റ മണ്ഡലം ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചർച്ചകൾ? ഇപ്പോൾ അധികം ദിവസമില്ല. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, പക്ഷേ നമുക്കത് പൊതുവായിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താണ് എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ, അത്രേ പറയാനുള്ളൂ. എന്നാൽ ചേട്ടൻ ഇവിടുത്തെ ഈ ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ വനിതാ മെസ്സിലെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അടിപൊളിയാണോ? തീർച്ചയായിട്ടും വളരെ നല്ല ഭക്ഷണമാണ്. ഇപ്പോൾ കൽപ്പറ്റയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിലെ കാര്യം എങ്ങനെയാണ് പറയാനുള്ളത്? മണ്ഡലത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൽപ്പറ്റ മണ്ഡലം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള MLA സിദ്ദീഖ് MLA ആണ്. നമുക്കറിയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാവുന്നതിലപ്പുറത്തേക്കുള്ളൊരു വികസനവും എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട് എന്ന് പ്രചരണം അടിക്കുക എന്നല്ലാണ്ട് കാണാവുന്നൊരു വികസന പ്രവർത്തനങ്ങൾ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വനിതാ മെസ്സിലെ രുചികരമായ ഭക്ഷണം അത് പലരും പറഞ്ഞ് നമ്മൾ കേട്ടു. ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചി, ഇവിടെ ഇങ്ങനെ എല്ലാവരും രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? വോട്ട് ആർക്ക് ചെയ്യും? അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, അങ്ങനെ ഓപ്പണായിട്ട് പറയാനും പറ്റാത്തൊരു ബുദ്ധിമുട്ട്. ഓപ്പണായിട്ട് പറയണ്ട, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ധനസഹായം ഒന്നുള്ളൊരു രീതിക്ക് കിട്ടാറില്ല. വീട്ടിൽ പെൻഷനൊക്കെ വാങ്ങിക്കുന്നവരുണ്ടോ? ഉണ്ട്, ഞാനുണ്ട്. കിട്ടാറുണ്ടോ? ഓ, കൃത്യമായിട്ട് കിട്ടാറുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം ഒരു ഉഷാറായാൽ നമുക്ക് അത്രയും സന്തോഷം. സർക്കാർ ഒന്നും കൂടി നമ്മളെ ഇവിടെ നിന്നിട്ട് എന്താ സഹായം ചെയ്തതാണെങ്കിൽ വലിയ ഉപകാരം. ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. പക്ഷെ നമുക്കപ്പോ എന്തായാലും ഈ രുചിയൊന്നും അറിയാണ്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്കും വരട്ടെ 2 ചായ. 2 ചായ കുടിച്ച് ഇവിടുത്തെ ഇത്ര ഈ എന്താണ് ഇവിടുത്തെ രുചിക്കൂട്ടുകളുടെ ഒരു രഹസ്യം, ഈ രുചി രഹസ്യം ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും ഇവിടെ ഇരിക്കാൻ പോകണം. അത് കഴിഞ്ഞ അടുത്ത മണ്ഡലത്തിലേക്ക്. ഡീലാരോപണം ഉൾപ്പെടെ വികസനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പ്രതിപക്ഷ കെണിയാണെന്ന് CPIM നേതാവ് M സ്വരാജ് 24നോട്. ഏറ്റവും വലിയ സംവാദവേദിയായ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്നും M സ്വരാജ്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും M സ്വരാജ് ആരോപിച്ചു. അത് RSSന്റെ താൽപര്യപ്രകാരം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണത്. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, അതിന് ഓരോ വിവാദം ഉണ്ടാക്കുകയാണ്. ആദ്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഡീല് ഫലിക്കുന്നില്ല, ജനങ്ങൾ തള്ളി എന്ന് കണ്ടപ്പോഴാണ് അടുത്ത വിവാദവുമായിട്ട് വരുന്നത്, അടുത്ത ഡീലുമായിട്ട് വരുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നോളമുള്ളതിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തത് ഈ നിയമസഭയാണ്. അത് സംബന്ധിച്ചെല്ലാം നല്ല സംവാദങ്ങൾ നടന്നു. പക്ഷേ ഈ ഒടുവിലത്തെ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല. ഒരു വിഷയത്തിലും ചർച്ചയ്ക്കോ സംവാദത്തിനോ തയ്യാറായില്ല. സമ്പൂർണ്ണമായി ഒളിച്ചോടി, സഭ ബഹിഷ്കരിച്ചു. നേർക്കുനേരെയുള്ള മുഖാമുഖ സംവാദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ വേദിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഭീരുക്കളാണ് കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ വലതുപക്ഷം. ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ വൈകിട്ട് തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും. നാളെ രാവിലെ കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടക്കും. ആൻമരിയ സണ്ണി കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആൻമരിയ, ഇന്നിപ്പോൾ പെസഹ വ്യാഴമാണ്. എങ്ങനെയാണ് പള്ളിയിൽ ചടങ്ങുകളൊക്കെ, പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു? അവരുടെ അല്പസമയത്തിനുള്ളിൽ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ്. ഇവിടെ സിറോ മലബാർ സഭ അധ്യക്ഷനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് പെസഹ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അൾത്താരയ്ക്ക് മുൻപിലായിട്ടുള്ള 2 കസേരകളിലും 12 ആളുകൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ശിഷ്യന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് ഈശോ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ കാലുകൾ, തൻ്റെ വിനയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ ആ ഒരു സ്മരണാർത്ഥം കൂടി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 12 പേരുടെ പാദങ്ങളായിരിക്കും ഇന്ന് ഈ തിരുക്കർമ്മത്തിൻ്റെ മധ്യേ മാർ റാഫേൽ തട്ടിൽ
തട്ടിൽ പിതാവാണ് ഇതിന് കാർമ്മികത്വം നൽകുന്നത്. മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ 12 പേരുടെയും ആയിരിക്കും കാലുകൾ കഴുകുന്നത്. അതോടൊപ്പം തന്നെ പെസഹ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട വിശുദ്ധ കുർബാനയും ഇതിനോടനുബന്ധിച്ചായിരിക്കും മറ്റു തിരുക്കർമ്മങ്ങൾ നടക്കുന്നത്. വൈകുന്നേരം വീടുകളിലായിരിക്കും പെസഹ വ്യാഴാഴ്ചയുമായി ബന്ധപ്പെട്ട അപ്പമുറിക്കൽ ശുശ്രൂഷ നടക്കുന്നത്. അതായത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ മിക്ക പള്ളികളിലും പുലർച്ചയോടുകൂടി തന്നെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തിരുവാങ്കുളം ദേവാലയത്തിലൊക്കെ യാക്കോബായ സഭാധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾ പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ആരംഭിച്ചതാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം ഇപ്പോഴും ദേവാലയങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ചിട്ട് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. ഇത് പെസഹ വ്യാഴാഴ്ച, അമൃത പെസഹ വ്യാഴാഴ്ച സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ സഹനത്തിലേക്ക് ക്രൈസ്തവർ കടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തുടക്കം അത് പെസഹ വ്യാഴാഴ്ചയോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. നാളെയാണ് യേശുവിന്റെ കുരിശുമരണത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ക്രൈസ്തവർ കുരിശുമലകൾ കയറുന്നത്. അതുപോലെ ദുഃഖത്തിന്റെ ദിവസമായിട്ടാണ് നാളെ ഇതിന് തുടക്കമാകുന്നത്. അങ്ങനെ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ഓർമ്മകളിലേക്ക് ക്രൈസ്തവർ കടന്നു വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചടങ്ങുകളിലേക്ക്, തിരുക്കർമ്മങ്ങളിലേക്ക്, പെസഹ വ്യാഴാഴ്ചയുടെ തിരുക്കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. പെസഹ വ്യാഴത്തിൻ്റെ ശുശ്രൂഷകളാണ് പുലർച്ചെ പ്രാർത്ഥന കുർബാനകൾ നടക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് പ്രധാന ചടങ്ങുകൾ പള്ളികളിൽ നടക്കുക. പെസഹ അപ്പം മുറിക്കലൊക്കെ വൈകുന്നേരം വീടുകളിൽ നടക്കും. ഈ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ദൃശ്യാവിഷ്കാരമടക്കം പല പള്ളികളിലും ഒരുക്കിയിട്ടുണ്ടാവും. ഇന്നു മുതൽ അങ്ങോട്ട് ഇതാ റാഫേൽ തട്ടിൽ മൗണ്ട് സെയിൻറ്റ് തോമസ് പള്ളിയിലെ പുലർച്ചെയുള്ള കുർബാനയ്ക്കായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണല്ലോ.